നമ്മൾ കേട്ട പാട്ട് പോലെ നോക്കുവിന് നീലാകാശവും കടന്ന് യേശുക്രിസ്തു വസിക്കുന്ന ഇടമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് മരിച്ചതിന് ശേഷം കടന്നു പോകാമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നിങ്ങൾ ഏത് ജാതി മത്സരമായിക്കോട്ടെ, മരിച്ചവരോട് എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ഹിതം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. നോക്കുവിന് മരിച്ചതിന് ശേഷമുള്ള പ്രത്യാശയെ പറ്റി ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ കാര്യത്തെ പറ്റി അറിവ് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ഇങ്ങനെ ചോദിച്ചു, ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം നമ്മുടെ മരണ ദിവസം മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, നമ്മൾ മരുന്ന് കഴിക്കുന്നത്. കാരണം എന്താണ്? മരിച്ചു പോകാതിരിക്കാനാ. എന്നാലും ഒരു പരിധിക്കപ്പുറം നമ്മളെ രക്ഷിക്കാന് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ ഒരു ദിവസം നമ്മൾ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ്? ഒരു പെൺകുട്ടി തന്റെ വിവാഹ ദിവസം തന്റെ അമ്മയപ്പന്മാരെ വിട്ട്, പിതൃഭവനം വിട്ട്, അവൾ ഇന്നലെ കണ്ട വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് തന്റെ പുരുഷന്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ അവിടെ പിതൃഭവനം വിട്ടു പോകുന്നത് പോലെ, ഇതേ സന്തോഷത്തോടെ, ഇതിലധികമായിരിക്കുന്ന സന്തോഷത്തോടെ ഒരു ദിവസം നമ്മൾ താലോലിച്ച, നമ്മൾ സ്നേഹിച്ച നമ്മുടെ ശരീരം വിട്ട് നമ്മൾ എന്താണ് വീട്ടിലേക്ക് കയറിപ്പോകുന്ന മരണ ദിവസം നമുക്ക് സന്തോഷിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത്? മരണത്തെ ജയിച്ചവന് മാത്രമേ മരണത്തിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. നോക്ക് പ്രിയരെ, മരിച്ചിട്ട് മണ്ണിൽ മറിഞ്ഞു പോയ ഒരു വ്യക്തിക്ക് മരണത്തിനപ്പുറം എന്താണെന്ന് പറയുവാനോ മരിച്ചതിന് ശേഷം നമ്മുടെ ഭയത്തെ അല്ലെങ്കിൽ മരണഭയം നീക്കുവാനോ കഴിയുന്നതല്ല. എന്നാൽ യേശുക്രിസ്തു മരിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത വഴി അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. മരണത്തിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനും കഴിയും. ഞാനൊരു ചെറിയ ഉദാഹരണം, എന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം പറയാം. എന്റെ പേര് വിജയഗോപാൽ. അന്ന് ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചവനും ഉപദേശിമാരെ കളിയാക്കി നടന്നവരുമാണെങ്കിലും ഞാൻ ദുസ്സഹമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച സമയത്താണ് ഒരു ഉപദേശി വന്നിട്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള വചനം പറഞ്ഞ് എന്നെ ക്രിസ്തുവിലേക്ക് തിരിച്ചത്. ആവട്ടെ പ്രിയപ്പെട്ട, ഈ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണെന്ന് വിശ്വസിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഭാഗ്യ പദവിയെ പറ്റി ഞാൻ പറയാമല്ലോ. എന്നെ പഠിപ്പിച്ച ഒരു തോമസ് സാറുണ്ട്. അദ്ദേഹം ഒരു മർത്തോമ സഭാ വിശ്വാസിയാണ്. നോക്കുക, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചതും വളർന്നതും. അപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഈ മർത്തോമ സഭാ വിശ്വാസിയായിരിക്കുന്ന തോമസ് സാറിനോട് പോയി സുവിശേഷം പറഞ്ഞു. എന്താണ് സുവിശേഷം? പാപിയായിരിക്കുന്ന നമ്മുടെ പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് വഴി അവൻ പൂർത്തീകരിച്ചെന്നും ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം സൗജന്യമാണെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആ പാപമോചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഞാൻ വിശദീകരിച്ചോളാം. അപ്പോൾ ഈ അപ്പച്ചനായിരിക്കുന്ന എന്റെ അധ്യാപകനായിരുന്ന ഈ തോമസ് സാറ് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ പള്ളിയിലെ എന്റെ മക്കള് 3 പേരുണ്ട്, അവരൊക്കെ വിദേശത്താണ്, ഇഷ്ടംപോലെ പണമുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ അവരുടെ അപ്പനോടുള്ള സ്നേഹത്തില് ഗ്രാനൈറ്റ് പതിപ്പിച്ച ഏറ്റവും മനോഹരമായിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു നല്ല കല്ലറ ഞങ്ങളുടെ പള്ളിയിൽ എന്റെ മക്കൾ എനിക്ക് വേണ്ടി പണി കഴിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ പോയിട്ട് ഈ കല്ലറ കണ്ടതാന്ന് പറഞ്ഞു. നോക്ക് പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ മർത്തോമാ സഭാ വിശ്വാസിക്കുന്ന അപ്പച്ചൻ മരിച്ചാൽ ഇവിടം വരെ പോകും, മരിച്ചാൽ കല്ലറയിൽ വരെ പോകും, അതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യം അപ്പച്ചൻ അറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റൊരു മനുഷ്യനെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേര് സാബു വയലിംഗൽ എന്ന് പറയും. എരുമേലി കൊരട്ടിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ യൗവന കാലത്ത് തന്നെ അദ്ദേഹം മതഭക്തി വിട്ടു. അദ്ദേഹം ഒരു മർത്തോമാക്കാരനോ CSI കാരനോ കൊണ്ടായിരുന്നു. അദ്ദേഹം മതഭക്തിയും പാരമ്പര്യവും പൗരോഹിത്യം വിട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവോട് ചേരാൻ സ്നാനമേറ്റത് വഴി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തിയവനാണ്. അപ്പോൾ എന്താണ്? ഈ സാബു ക്രിസ്തീയ മതവിശ്വാസിയായിരുന്ന സാബു ക്രിസ്തീയ മതം തള്ളി അവൻ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചത് വഴി അവൻ പിൻകാലങ്ങൾ കഠിനമായിരിക്കുന്ന ഒരു രോഗത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ കഠിനമായിരിക്കുന്ന രോഗത്തിൽ കൂടെ തന്നെ ആശുപത്രി കിടക്കുമ്പോഴേ അവന്റെ വൈദ്യൻ, അവന്റെ ഡോക്ടർ തന്റെ ബന്ധുക്കളോട് പറയുന്നു, ഇദ്ദേഹം മയങ്ങി കിടക്കുകയാണെന്ന് വിചാരിച്ചാണ് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം അത് കേട്ടോ, ഈ സാബു ഒരു 4 ദിവസം കൂടെ ജീവിക്കത്തുള്ളൂ, അതിനപ്പുറം ഇവന് ആയുസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ടത്, എന്റെ അധ്യാപകനായിരുന്ന തോമസ് സാർ പറഞ്ഞു, മരിച്ചാൽ എന്നെ കല്ലറയിൽ അടക്കും. പക്ഷെ സാബു വയലിംഗൽ 4 ദിവസം കഴിഞ്ഞ് മരിച്ചാൽ എന്താ സംഭവിക്കുന്നത് തന്നെ അവർ സന്തോഷിക്കാൻ പോവാണ്. അദ്ദേഹം ഒരു കവിയായിരുന്നു. അദ്ദേഹം എന്താണ്? അദ്ദേഹം ഒരു പേപ്പറും പേനയും എടുത്ത് ആ രോഗക്കിടക്കയിൽ കൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് എഴുതി. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു ദിവസം നമ്മൾ മരിക്കും. മരണമില്ലാത്തവരാരും എന്നെ കേൾക്കുന്നില്ല. നിങ്ങൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ വലിയവരോ ചെറിയവരോ വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ ആരുമായിക്കോട്ടെ, ഒരു ദിവസം നമ്മൾ മരിക്കും. മരിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കല്ലറയിലേക്കാണോ, അതോ ദഹിപ്പിക്കുന്ന ചാരത്തിലാണോ, അതോ ആകാശത്തെയും പ്രപഞ്ചഗോളങ്ങളെയും താണ്ടി അതിനെയെല്ലാം സൃഷ്ടിച്ചവനായിരിക്കുന്ന കർത്താവിന്റെ അടുക്കലേക്കാണോ പോകുന്നത്? ഈ മരണത്തിലുള്ള പ്രത്യാശ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിച്ചതിന് ശേഷം ഞാനൊരു
നിത്യസ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പില്ലെങ്കിൽ പുരോഹിതന്മാരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കള്ള ഉപദേശങ്ങളോ കൂടാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്വർഗം നിങ്ങൾക്ക് ഉറപ്പിക്കേണ്ടതിന് കർത്താവ് പറഞ്ഞു, ഞാനൊരു ഭവനം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ ഭവനം ഒരുക്കിയാൽ വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ടാം പ്രിയപ്പെട്ട സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഒരുക്കി ആ ഓരോ വാസസ്ഥലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ആ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ഇന്നേ വരെ സാധ്യമായിട്ടില്ലെങ്കിൽ നമുക്ക് ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരുമായിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് മരണമുള്ള ഒരു ദിവസമുണ്ട്. നിങ്ങൾ മരിക്കുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ആ ക്രൂശിലേക്ക് നോക്കുവിന്. അതേ കത്തോലിക്ക മതവിശ്വാസം പഠിപ്പിക്കുന്ന മതവിശ്വാസമല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ക്രിസ്തീയ മതവിശ്വാസികളുടെ മതവിശ്വാസമല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ എന്തോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ തന്നെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് കഷ്ടമേറ്റ് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ തന്നെ പ്രിയപ്പെട്ടവരെ നോക്കുവിന്. ആ ക്രൂശിലേക്ക് നോക്കിക്കേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാണിമേല് ഒരു വനിത തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അവന്റെ ശരീരം മുഴുവനും ചാട്ടവാർ വീശി അടിയേറ്റ് അവന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ ഓരോന്നും ചെതറിപ്പോയിരിക്കുന്നു. അവന്റെ ശരീരത്തിൽ ഓരോ വട്ടവും ചാട്ടവാർ അടിയേറ്റ് അവന്റെ ശരീരത്തിലെ മാംസങ്ങൾ അസ്ഥികളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു. അവന്റെ മുഖത്ത് പാപികളായിരിക്കുന്ന നികൃഷ്ടന്മാരുടെ തുപ്പൽ കൊണ്ട് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടം. പ്രിയപ്പെട്ടവരെ, അവന്റെ മുമ്പിലതാ എല്ലാ മനുഷ്യരും പരിഹസിച്ച് തുപ്പുകയാണ്. എടാ, നീ മന്ദിരം പൊളിച്ച് 3-ാം ദിവസം പണിയാമെന്ന് പറഞ്ഞവനല്ലയോ? ആഹാ, മന്ദിരം പൊളിച്ച് 3-ാം നാൾ പണിയുന്നവനെ ആ കുരിശിൽ നിന്ന് ഇറങ്ങി വാടാ, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കെന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുമ്പോഴേ അവൻ ഒരു വാക്ക് പോലും മിണ്ടാതെ സകലം സഹിച്ചത് നിന്നെ ഓർത്താ. കുഞ്ഞെ, നിന്നെ ഓർത്താടാ അവൻ കഷ്ടപ്പെട്ടത്, നിന്നെ ഓർത്താടാ അവൻ എന്താണ് കഷ്ടം സഹിച്ചത്. അയ്യോ, നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ എന്തോ വലിയ ആൾക്കാരാണെന്ന് കരുതി ഉപദേശമാരെ തല്ലിയും മറ്റുള്ളവരെ വഴക്ക് പറഞ്ഞും നമ്മൾ നാളെ മരിച്ചു പോകുന്നുള്ള ബോധമില്ലാതെ നമ്മൾ അഹങ്കാരത്തോടെ രാജാക്കന്മാരായിട്ട് വാഴുന്നവരെ കേട്ടുകൊള്ളുവിന്. ആ യേശുക്രിസ്തു ആരാണെന്ന് അറിയാമോ? അവനിങ്ങനെ കഷ്ടം സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ പ്രിയപ്പെട്ടവരെ? എന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനാലാ പ്രിയപ്പെട്ടവരെ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാരോ? അവനാണ് ദൈവം. ദൈവം ദ്രവിച്ചു പോകുന്നതിനല്ല, ദൈവം നമ്മുടെ സൃഷ്ടിയല്ല, നമ്മളെ സൃഷ്ടിച്ചവനാണ്. അവൻ ലോകമുണ്ടാകുന്നതിന് മുമ്പ് ഉള്ളവനും ലോകമുള്ള ഇപ്പോഴുള്ളവനും നാളെ ലോകാവസാനത്തിന് ശേഷം ഉള്ളവനാണ് സത്യദൈവം. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിനാലത്രേ ഈ വായു ഉണ്ടായത്. ഈ ക്രിസ്തുവിനാലത്രേ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അവന്റെ സൃഷ്ടിയായിരിക്കുന്ന സൂര്യനും അവന്റെ സൃഷ്ടിയായിരിക്കുന്ന വായുവും നമ്മൾ അനുഭവിച്ചിട്ട് അവന്റെ സൃഷ്ടിയായിരിക്കുന്ന വെള്ളം നമ്മൾ കുടിച്ചിട്ട് അവനെ നിഷേധിക്കുന്നത് അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ദൈവം ക്ഷമിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ കേട്ടുകൊള്ളുവിന്. അവനെ പറ്റി വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിന് നമ്മളെ പോലെ ശരീരമല്ല, അവൻ ആത്മരൂപിയാണ്. എന്നാൽ യേശു ക്രിസ്തു കന്യകയിൽ നിന്ന് ഉണ്ടായി വന്നതുകൊണ്ട്, അല്ലെ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്ന വാഗ്ദത്ത പ്രകാരം പുരുഷ രക്തം കൂടാതെ പാപമില്ലാത്തവനായിട്ട് ഭൂമിയിൽ ജനിച്ച ഏക വ്യക്തി അവൻ താഴ്ന്ന ലോകത്തിലേക്ക് കടന്നു വന്ന് 30 വയസ്സ് വരെയും അവന്റെ അമ്മ മറിയോടും വളർത്തപ്പൻ യോസഫിനെ കീഴടങ്ങി അനുസരിച്ചുകൊണ്ട് അവന്റെ അമ്മ പ്രസവിച്ച വേറെ 6 മക്കളെ വീട്ടിലുണ്ടായിരുന്നു. അവരെയൊക്കെ പോറ്റി പുലർത്തിക്കൊണ്ട് നമ്മൾ ഒരുവനെ പോലെ കഷ്ടം സഹിച്ച് നമ്മൾ ഒരുവനെ പോലെ കൂലിപ്പണി ചെയ്തുകൊണ്ട് ആ കുടുംബത്തെ പുലർത്തി വന്നു. കാരണം എന്താണ്? ഒരു മനുഷ്യൻ എങ്ങനെ താഴ്മയോടെ ജീവിക്കാം, എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാമെന്ന് നമുക്ക് മാതൃകയാക്കി തന്നു. എന്നാൽ 30 വയസ്സിന് ശേഷം അവൻ പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി പ്രസംഗിച്ചു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം. അതേ പ്രിയപ്പെട്ടവരെ, അവന്റെ അടുക്കിലേക്ക് അനേക ജനങ്ങൾ ഒഴുകി വന്നു. അവന്റെ അടുക്കിലേക്ക് പുരോഹിതന്മാര് വന്നില്ല, ഉന്നതന്മാര് വന്നില്ല, നീതിശാസ്ത്രിമാര് വന്നില്ല. പിന്നെയോ നമ്മളെ പോലുള്ള പാപികളെ ശ്രദ്ധിച്ചു കേൾക്കണേ, നമ്മളെ പോലുള്ള പാപികള്, കുരുടന്മാര്, അല്ലെങ്കിൽ ചെകിടന്മാര്, അങ്ങനെയുള്ള അനേക ആൾക്കാർ അവന്റെ അടുക്കിലേക്ക് വരികയാണ്. അവന്റെ അടുക്കിലേക്ക് വന്നവർക്കെല്ലാം അവൻ സമാധാനം കൊടുത്തു. അവന്റെ അടുക്കിലേക്ക് വന്നവർക്കെല്ലാം അവൻ എന്താണ് സ്വസ്ഥത കൊടുത്തു. എന്നാൽ യേശുക്രിസ്തു കടന്നു വന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ക്രൂശിൽ മരിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ക്രൂശിൽ മരിക്കണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള സമയമായപ്പോൾ അവൻ ഗോൽഗോഥ മലമുകളിലേക്ക് കയറി പോവുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം. അതിന്റെ ഇടനാഴിയിൽ നിരവധിയായിരിക്കുന്ന കാര്യങ്ങളുടെ സന്ധ്യ വരെ പ്രസംഗിച്ചാലും തീരത്തില്ല. എങ്കിലും ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവുള്ള പാപമോചനം മാത്രം പറയുന്നു. ആ യേശുക്രിസ്തു നോക്കുവിന് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സത്യദൈവമായിരിക്കുന്ന ക്രിസ്തു അവനൊരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെ പോക്കേണ്ടതിന്, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം താൻ ചുമലിലേക്കുകയും അതുകൊണ്ട് ആ ദൈവകോടതിയുടെ മുമ്പിൽ എനിക്കും നിനക്കും പകരക്കാരനായിട്ട് അവൻ മരിക്കേണ്ടി വന്നു. ഇതാകുന്നു ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നുള്ള വചനം. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് താൻ അവൻ അടിയേൽക്കേണ്ടി വന്നു. കാരണം നീ ഏൽക്കേണ്ടത് അവന്റെ മേൽ വന്നു. അവനിതാ തുപ്പൽ ഏൽക്കേണ്ടി വന്നു. നിന്റെ മുഖത്ത് വീട്ട് തുപ്പൽ അവന്റെ മേൽ വീണു. അവൻ ക്രൂശിക്കപ്പെടുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അടിക്കുന്നവർക്ക് ഞാൻ
മുതുകും, രോമം പറിക്കുന്നവർക്ക് ഞാൻ എന്റെ മുഖവും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം തുപ്പലിനും നിന്നയ്ക്ക് ഞാൻ മറച്ചു വെച്ചതുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും അവൻ സ്നേഹിച്ചത് വഴി, നമ്മളെ ഓരോരുത്തരെയും ഓമന പേർ ചൊല്ലി അവൻ വിളിക്കുന്നത് വഴി നമ്മുടെ സകല പാപത്തിന്റെ ശിക്ഷ ഏൽപ്പാൻ അവന് മനസ്സുണ്ടായി. അവൻ അതെല്ലാം ക്ഷമയോടെ ഏറ്റല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവൻ കാൽവരി ക്രൂശിൽ മരിക്കുകയാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോഴേ ദൈവത്തിന് മനുഷ്യരുടെ ശത്രുത നീങ്ങിപ്പോയിട്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുണ്ടാകുന്ന തിരശ്ശീല കീറിക്കളഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഏത് പാപിക്കും യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ നോയമ്പുകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ പിന്നെന്താണ് മറ്റു വിധമായിരിക്കുന്ന വണക്കങ്ങളോ ഒന്നുമില്ലാതെ, അതേ റാസയോ മറ്റ് യാതൊന്നുമില്ലാതെ, പെരുന്നാളോ തിരുനാളോ ഇല്ലാതെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് സൗജന്യമായിട്ട് കടന്നു ചെല്ലുവാൻ ജീവന്റെ പുതുവഴി തുറന്നിരിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ യാഗം നിർത്തലാക്കി. ഇനി യാഗം ഇല്ല, ഇനി ബലികളുടെ ആവശ്യമില്ല. ക്രിസ്തുവിന്റെ യാഗത്തോട് ബലി നിർത്തിയത് വഴി എന്റെ പ്രിയപ്പെട്ട സകല ജാതി മതത്തോട് പറയുന്നു, പൗരോഹിത്യം ഇനിയില്ലേ. പൗരോഹിത്യ ശുശ്രൂഷ ക്രൂശിൽ വെച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു കളഞ്ഞതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പാപത്തിന്റെ കടച്ചീട്ട് കീറി കളഞ്ഞതാണ്. അത് വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് സമാധാനം. ഇനി പാപത്തിന് പരിഹാരമായിട്ട് നിങ്ങൾ എന്ത് വഴിപാട് ചെയ്താലും ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാണ്. അതുകൊണ്ടാണ് സകല ജാതി മതസ്ഥരും ഓരോ വർഷം കഴിയുന്നതോറും നിങ്ങളുടെ വേദനയുടെ എണ്ണം കൂടുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആ യേശുക്രിസ്തുവിനെ ക്രിസ്തീയ മതം ഉൾപ്പെടെ കർത്താവിന്റെ ക്രൂശിനെ അംഗീകരിക്കുന്നില്ല. അവർ മതഭക്തിയിൽ വ്യർത്ഥമായിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കടത്തിന്റെ ചീട്ട് കീറി കളഞ്ഞത് വഴി ഇനി പാപത്തിന് ശിക്ഷ വിധിപ്പാന് ഇനി യാഗം കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം 2000 വർഷങ്ങൾക്ക് മാറ്റം ചെയ്താണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗരോഹിത്യം സമ്പൂർണ്ണമായിട്ടും ദൈവം നീക്കം ചെയ്താണ്. ഇനി വിശ്വാസതലത്തിലെ നീതീകരണം. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു, അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റ് വന്നു. അന്നുവരെ മരണത്തിന്റെ അധികാരം സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരങ്ങള്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവ് തിരികെ വാങ്ങിക്കൊണ്ട് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെ അവൻ വിടുവിച്ചിരിക്കുന്നു. അതേ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ സർവായുധവർഗം താഴ്ത്തിക്കളഞ്ഞു. അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു. അവൻ അടക്കപ്പെട്ടു. എന്നാൽ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഈ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരും. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടുപടിക്കൽ വരുന്ന ഉപദേശമാരെ തല്ലിയാലും കൊന്നാലും സത്യം നിങ്ങൾ അറിയണം. യേശുക്രിസ്തു മടങ്ങി വരും. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്നാണ് സകല മുഴങ്കാലും എന്റെ മുമ്പിൽ മടങ്ങും, സകല നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുന്ന ആ വലുതും ഭയങ്കരവുമായിരിക്കുന്ന നാളെടുത്തിരിക്കാല് നിങ്ങൾക്കാർക്കെങ്കിലും അവന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽപ്പാൻ ഇന്ന് അവരെ പ്രാപ്തി വന്നിട്ടില്ലെങ്കിൽ, അവന്റെ രക്തത്താലുള്ള പാപമോചനം നേടിയിട്ടില്ലെങ്കിൽ, അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മത പുരോഹിതന്മാരും ഉൾപ്പെടെ പള്ളിയിലച്ചനും തിരുമേരിമാരും ഉൾപ്പെടെയുള്ളവരോട് ദൈവം കൽപ്പിക്കുന്ന കാര്യമാണ് മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ നമുക്ക് നമ്മുടെ പാരമ്പര്യം ഒന്നും തന്നിട്ടില്ല. രാഹുകാലത്തിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല. പാപത്തിൽ നിന്ന് മോചനം നൽകി തരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവനെ ഏകരക്ഷകനും ഏകകർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരണം. ഇതത്രേ മാനസാന്തരം. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തരും. യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കിയവൻ, ആ അടക്കപ്പെട്ട കല്ലറയിൽ അവൻ 3-ാം ദിവസം ജീവിച്ചെഴുന്നേറ്റത് ഈ പരിശുദ്ധാത്മാവിനാണെങ്കിൽ അതേ ആത്മാവിനെ നിനക്ക് തരാമെന്ന്. അല്ലയോ കള്ളുകുടിയ, നിനക്ക് തരാമെന്ന്. അല്ലയോ പുരോഹിത, നിനക്ക് തരാമെന്ന്. എല്ലാ മനുഷ്യർക്കും നൽകി തരാൻ ദൈവത്തിന്റെ കരങ്ങളിൽ അത് സമ്പന്നതയുണ്ടെന്ന്. ആ പരിശുദ്ധാത്മാവില്ല നമുക്ക് ആർക്കും സ്വർഗത്തിലേക്ക് പോകാൻ ഒക്കത്തില്ല പ്രിയപ്പെട്ടവരെ, ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗീയ ജീവിതം ആഗ്രഹമുണ്ടെങ്കിൽ ഭൂമിയിലെ ജീവിതം ഇന്നോ നാളെ തീരും. ഇതൊരു യഥാർത്ഥ ജീവിതമല്ല, ഇത് മായാലോകമാണ്. ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം അവരുടെ വിവാഹത്തിന് ശേഷമാണ് ആരംഭിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം സ്ഥിരമായിരിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായിരിക്കും ജീവിതം തുടങ്ങുന്നതും മരിച്ചതിന് ശേഷമാണ്. അത് സ്വർഗത്തിലേക്ക് പോകണമോ നരകത്തിലേക്ക് പോകണമോ തീരുമാനിക്കുന്നത് നിന്റെ ഇഷ്ടമാണ്. ആകയാൽ യേശുക്രിസ്തു എല്ലാവരെയും വിളിക്കുന്നു. യേശു എല്ലാവരെയും വിളിക്കുന്നു, എന്റെ അരികിൽ വരുവിന്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിന്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അവൻ നിങ്ങൾക്ക് വാക്തം തന്നു. ആർക്കെങ്കിലും മരണഭീതി നീങ്ങണമെങ്കിൽ മരണത്തെ ജയിച്ച കർത്താവിലേക്ക് തിരിയുവിന്. ആർക്കെങ്കിലും പാപബോധനം വേണമെങ്കിൽ പാപബോധനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് തിരിയുവിന്. അതിനകത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയൊന്നോ ഇല്ല പ്രിയപ്പെട്ടത്. എല്ലാ മനുഷ്യരുടെ അപ്പനൊന്നാണ്, ദൈവമല്ല. ആദമെന്ന് പറയും. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പാപിയായിട്ട് തീർന്ന ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ഒരുപോലെ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാണ്. ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലേക്ക് മധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. ആകയാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് അവന് വേണ്ടി കഷ്ടവും നിന്നയും ഏൽക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഞങ്ങളുടെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഇന്ന് ഞങ്ങൾ മരിക്കുകയോ യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്താൽ
അവൻ ഞങ്ങളുടെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തളക്കുമരുന്നുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴും. 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. നിങ്ങളും മരണം കേട്ടോ, നിങ്ങളും മരണം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും അമ്മയപ്പന്മാരും മക്കളും എല്ലാവരും യേശു ക്രിസ്തുവിനോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. നിങ്ങൾ ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ നിങ്ങളിതിനെ വിട്ട് അഹങ്കാരം കൊണ്ടും നഗളം കൊണ്ടും ഉന്നത ഭാവം കൊണ്ടും മതഭക്തി കൊണ്ടും പാരമ്പര്യം കൊണ്ടും രാഷ്ട്രീയക്കാരുടെ കൊടി പിടിച്ചുകൊണ്ട് നിന്റെ രക്ഷിപ്പാൻ കഴിയുന്ന ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് നീ മരിക്കുന്നുവെങ്കിൽ, ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം കഴിയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് എന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ ഓരോരുത്തരും പള്ളിയിൽ അച്ഛനായ ശരി മാനസാന്തരപ്പെടാതെയാണ് മരിക്കുന്നതെങ്കിൽ ഈ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റുമെന്ന് യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പ്രസംഗം നിങ്ങൾ ഓർക്കും പ്രിയപ്പെട്ടവരെ. അയ്യോ, ഉപദേശമാർ ഞങ്ങൾ എന്ത് സ്നേഹിച്ചു, അയ്യോ ഇത്ര ഭയങ്കരമായിരിക്കുന്ന നരകവിധി കണ്ടുകൊണ്ടാണല്ലോ ഞങ്ങളോട് അവർ കരഞ്ഞുകൊണ്ട് സുവിശേഷം പറഞ്ഞത്, ഞങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകാണ്ട് ഗതികേട് വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാതെ മരിക്കുന്ന ഏവരും ലോകാവസാനത്തിൽ ഇതേ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുകയും നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളും അവൻ പരസ്യപ്പെടുത്തി അവൻ നമ്മളെ നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് തള്ളിക്കളയുകയും ചെയ്താൽ ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അയ്യോ, പുരോഹിതന്മാരുടെ ധൂവപ്രാർത്ഥനയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. കഴിയുമായിരുന്നെങ്കിൽ ക്രിസ്തു മരിക്കരുതായിരുന്നു. ഞാനൊരു ഹിന്ദുവായിരുന്നപ്പോൾ എന്റെ മക്കളോ അനിന്ദ്രമാർ ചെയ്യുന്ന പിണ്ടാടിനർക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. കഴിയുമായിരുന്നെങ്കിൽ ക്രിസ്തു മരിക്കുകയും ഞങ്ങൾ മരിക്കേണ്ടി വരുന്നില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വഴി തള്ളിക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരുമായിരുന്നില്ല. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നരകാഗ്നിയിലേക്ക് നമ്മുടെ ആത്മീയ ശരീരം ഒടുക്കപ്പെട്ടാൽ ഒരു നാളും ഒരു മടങ്ങി വരവില്ല. എത്ര കോടി വർഷം എന്നൊരു കണക്കില്ല, എത്ര കോടി വർഷം എന്നൊരു കണക്കില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്തോ വലിയ ആൾക്കാർ, നല്ല പുഴുവാണ് 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 പ്രിയപ്പെട്ടവരെ. ഒരു ശ്വാസം കൊണ്ട് തീർന്നു പോകുന്ന വെറും പുഴുക്കളാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടവന്റെ ആത്മാവിനെ പ്രാപിച്ച് രക്ഷ കരസ്ഥമാക്കി അവനോടുകൂടെ എന്നേക്കും ജീവിച്ചുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവരെയും യേശു ക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.